ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാലിക്കറ്റ് CRCയിൽ നിന്ന് ഗ്രൂപ്പ് തെറാപ്പി നമുക്കിന്ന് ഔട്ട് തെറാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ പോയിട്ടുള്ളത് ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്ന സ്ഥലത്താണ്, ആ ഗാർഡനിലാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നാണ് കേട്ടോ, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്നാലും ഞങ്ങൾ പോയ വിശേഷങ്ങൾ, അവിടുത്തെ പാരൻസും അതുപോലെ കുട്ടികളും പോയ വിശേഷങ്ങളാണ് ഞാനിവിടെ കാണിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്ക് കുറച്ച് വൈകിയിരുന്നു കേട്ടോ. അതായത് ഞങ്ങൾക്ക് 10 മണിക്ക് അവിടെ എത്തണം എന്ന് പറഞ്ഞിട്ട് എത്താൻ കഴിഞ്ഞില്ല. ബസ്സൊക്കെ മിസ്സായതല്ല, ബ്ലോക്കായിരുന്നു. ഇലക്ഷൻ്റെ ടൈമൊക്കെ ആയതുകൊണ്ട് ബ്ലോക്ക് നല്ല ബ്ലോക്കാണ്. അതൊക്കെ തീർന്ന് അവിടെ എത്തുമ്പോഴേക്കൊരു 10:45 കേട്ടോ. അങ്ങനെ എല്ലാവരും കയറിയിട്ടുണ്ട്. ലാസ്റ്റാണ് ഞങ്ങൾ. ഇപ്പം ഞങ്ങൾ 3 പേരും ഒരുമിച്ചാണ് പോയത്. മെഹറും ലിസിയും ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ആർക്കും അറിയില്ല അങ്ങോട്ടെന്ന് പറഞ്ഞിട്ട് സ്റ്റാൻഡിൽ നിൽക്കാൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ സ്റ്റെപ്പൊക്കെ കയറി ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും മുകളിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരെയൊക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല വൈബാണ് കേട്ടോ അവിടെ. നല്ല എന്താ പറയുക, കുട്ടികൾക്ക് കാണാനും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറന്നെയാണ്. അതുപോലെ എന്താ പറയുക, കിഡ്സ് ഗാർഡനും ഒക്കെ ഉണ്ട്. പക്ഷെ നല്ല വെയിലും ചൂടൊക്കെ ആയതുകൊണ്ടേ ഈ സമയത്തൊന്നും നമ്മളെ കുട്ടികളെ അവിടെ ഇറക്കാനൊന്നും പറ്റില്ല. പിന്നെ എന്താ വെച്ചാൽ അവിടെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ അവർക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് പോയത് കേട്ടോ. ബിജോയ് നമ്മളെ കൂടെ അവിടെ തെറാപ്പിയുള്ള കുട്ടിയാണ്. അപ്പോൾ അവനൊരു യൂട്യൂബ് ചാനലുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എന്താ പറയുക, അതിങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കണുള്ളൂ. യൂട്യൂബിൻ്റെ ചാനലിൻ്റെ പേരൊന്നും പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ അത് മറ്റേ സൈനാണ്, വടകരയിൽ നിന്ന് വരുന്ന സൈനാണ്. അപ്പോൾ അവരൊക്കെ അവിടെ അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചൊരു ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ. നല്ല കാരണം അവരെല്ലാവരും കൂടെ ഏകദേശം അധികം ഗ്രൂപ്പ് തെറാപ്പിക്ക് ഒരുമിച്ചായിരിക്കും. അങ്ങനെയാണ് ലച്ചൊക്കെ അവരുടെ കൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ബിജോയ് എന്ന് പറഞ്ഞ മോൻ്റെ അമ്മ കേട്ടോ. അപ്പോൾ ബിജോയ് മൊത്തത്തിൽ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മേനെ ഒരു ഫോട്ടോയിൽ പോലും ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ അതിൻ്റെ പരാതി പറയാണ് ബിജോയിൻ്റെ അമ്മ. വിജയ് നല്ലൊരു മോനാണ് കേട്ടോ. അവന് എന്താ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല. ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. അങ്ങനെ അവനിങ്ങനെ വീഡിയോസൊക്കെ നല്ല സംസാരിക്കുവാണ് കേട്ടോ. എല്ലാവരുടെ അടുത്തും നല്ല അവിടെ പോയി സാറന്മാരുടെ അടുത്ത് ഇതൊക്കെ അവിടുത്തെ സ്റ്റാഫുകളാണ് കേട്ടോ. അവർ നമ്മൾ വരുന്നുണ്ടോയെന്ന് ചോദിച്ച് പിന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ബസ്സിലാന്ന് പറഞ്ഞപ്പോഴേ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്നായിരുന്നു. ബാക്കി എല്ലാവരും പോയിട്ടുണ്ട്. ഇവർ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ കയറിക്കൊണ്ട് ഇരിക്കാൻ കേട്ടോ. നല്ല കയറ്റുള്ള സ്ഥലം കേട്ടോ, നല്ല ഉയരത്ത് ആണ്. പക്ഷെ എന്നാലും നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പക്ഷെ വെയിലും ചൂടൊക്കെ കാരണം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ശരിക്കും എന്താ വെച്ചാൽ നമ്മൾ പാർക്കിലൊക്കെ പോകുന്ന ടൈമിൽ വെയിലൊക്കെ പോയതിന് ശേഷം ആണ് നല്ലത്. ഇതിപ്പോൾ ഞങ്ങൾ നല്ല ഒരു 10 മണി 10:30 അല്ലേ, നല്ല വെയിലും ചൂടുള്ള ടൈമിലാണ്. എന്നാലും മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തണുപ്പുമുണ്ട്. പക്ഷെ തണുപ്പുണ്ടെങ്കിൽ പോലും നമുക്ക് വെയിലിൻ്റെ ആ ഒരു ഇത് എന്താ പറയുക, നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല ഹാപ്പി ആയിരുന്നു. പക്ഷെ ഞങ്ങളാണ് ക്ഷീണിച്ചത് കേട്ടോ. നല്ല കയറ്റം കയറി അവിടെ എത്തിയപ്പോഴേക്ക് ഞങ്ങൾ ആകെ ക്ഷീണിച്ചു. മക്കളൊക്കെ നല്ല ഉഷാറിലായിട്ടുണ്ട്. ലച്ചൊക്കെ കയറിയ ആൾ മേലേക്ക് താഴേക്ക് തന്നെ ഇറങ്ങി ഓടണ്. നല്ല കളിയായിരുന്നു കേട്ടോ അവർക്ക്. പ്രത്യേകിച്ച് ഇതുകൊണ്ടൊക്കെ അവരെ എൻജോയ് ചെയ്യിപ്പിക്കാനുള്ളൊരു ഇതല്ലേ. അപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ അവർക്ക് നല്ല ഇഷ്ടമായി ആ ഗാർഡനൊക്കെ. അങ്ങനെയാണ് അല്ലേ, നമ്മളെ മരത്തിനൊക്കെ അങ്ങനെയല്ലേ എന്തെങ്കിലും നമ്മൾ സ്വന്തം ആകുമ്പോ നമുക്ക് ഫോട്ടോ എടുക്കാവുന്നല്ലോ. ആദ്യം ആണ് നമ്മളെ പറ്റിച്ച് നോക്കിയതാ. 300 കയറി വരുമ്പോ നമ്മളെപ്പം മുടക്കാനാ അതല്ലേ പറഞ്ഞത്. 150 വേറിന്
നേരെ 50 കൊടുത്താൽ വെള്ളമുണ്ട് ഇവിടെ ഉണ്ടോ? അടിപൊളി ഗാർഡനാണ് കേട്ടോ ഗൈസ്. എന്താ ബൊട്ടാണിക്കൽ ഗാർഡൻ, സരോവരം പാർക്കിൻ്റെ സരോവരം പാർക്കല്ലേ അല്ലേ? സരോവരം പാർക്ക് നമ്മൾ ഇന്നാൾ പോയതല്ലേ? അല്ല ബിജു, ഇത് ഫൗളാണ് കേട്ടോ. എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് തുടങ്ങിയതാ. നല്ല ഫോളോവേഴ്സൊക്കെ ഉണ്ടോ? ആണോ? ആഹാ, ഇത് തൽക്കാലം ഇപ്പം ഞാൻ നിർത്തി പോകേണ്ടി വരുമോ? ഇങ്ങോട്ട് വാ തണുത്ത വെള്ളം കുടിച്ച്. യൂട്യൂബ് ചാനൽ തുടങ്ങി ഇപ്പൊ യൂട്യൂബ് ഫോൺ എങ്ങനെയാ ഞാൻ കാണുന്നത്. ഹായ് ഞങ്ങളിതാ ഇതില് മെഹറു, ലിസി, ഞാൻ പിന്നെ ജസ്ന അല്ലായിരുന്നു കേട്ടോ. ജസ്ന ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൂടെ നിന്ന് പോയത്. അപ്പോൾ ഞാൻ ബസ്സിൽ കയറിയിട്ട് ശേഷം വിളിച്ചപ്പോൾ ജസ്നക്ക് ഇതേപോലെ ഒരു ബുദ്ധിമുട്ട്, പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായതുകൊണ്ട് പിന്നെ ജസ്നക്ക് വരാൻ പറ്റിയില്ല. പിന്നെ അങ്ങനെ ഞങ്ങൾ മാത്രമേ ഞങ്ങൾ മാത്രമല്ല ബാക്കി എല്ലാ പേരൻസും ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഒരുമിച്ചാകുമ്പോൾ എപ്പോഴും മെഹറൊക്കെ ഉണ്ട് നല്ല ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നേരെ വൈകി വരും ചെയ്യാനുള്ള ഫോട്ടോസൊക്കെ എടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ. സുനിത ഭക്ഷണമൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഷെയർ ചെയ്യാം. അടി കൂടുന്നുണ്ടോ? ജയ്സൽ സാറും മറ്റേ സാറും അല്ലേ ഏതൊക്കെയാണ് വെള്ളം തീർത്താ 3:10 ആംബ്ലേറ്റ് ഇടാം. നമുക്ക് 3 കൂടി ഷെയർ ചെയ്യാം. അത് പറഞ്ഞാ ഞങ്ങളിവിടെ എത്തിപ്പെടാൻ വേണ്ടിയിട്ടേ വന്ന വഴി തന്നെയാ പോരും. ഞാൻ മഞ്ചേരി നീ വഴിയാ പോണത്. അറിയണ്ടേ എവിടെയാണെന്നുള്ളത്? വലിക്കല്ലേ വെയിലും എന്താ പറയുക കയറ്റവും എല്ലാം കൂടെ ആയിട്ട് ആകെ തളർന്നു കേട്ടോ. മുകളിലെത്തിയപ്പോഴേക്ക് ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു, കാരണം നോമ്പിനൊരു മാസം തെറപ്പിക്ക് പോവാതെ എല്ലാവരും ലീവ് എടുത്താൽ അപ്പം അതിനുള്ള ശിക്ഷയാണ് സാറന്മാർ തന്നത്, നല്ല കയറ്റം കയറാനൊക്കെ. അപ്പം എല്ലാവരും നല്ല രീതിയിൽ കയറിക്കോളി എന്ന് പറഞ്ഞിങ്ങനെ വെറുതെ രസമായിട്ട് അങ്ങനെ കയ്യിലൊന്നും. എന്താണ് ബിജോയ് കാണിക്കുന്നത്? ആ മെമ്മറി ഇപ്പൊ ഫുള്ളാവും. അപ്പൊ നിർത്തിക്കോളൂ അല്ലേ? അമ്മയിങ്ങോട്ട് വന്ന ഐസ്ക്രീം അരി കേൾക്കും. അതാണ് എല്ലാം പറയും പറയൂ. അമ്മയല്ല, അത് ഇവിടെയാണ്. എന്റെ കാര്യം എന്നെ കോപ്പി അടിക്കാൻ നിൽക്കണോ? എല്ലാ കാര്യങ്ങളും അങ്ങനെ എങ്ങനെയാ ബിരിയാണിന്റെ വീഡിയോ എടുക്കും. ഇവിടെ ഫ്രൂട്ടിയാണോ? ഇതെന്താ സന്തോഷായി. ഭക്ഷണം ഒന്നും കിട്ടി കുടിച്ചോണ്ടിരിക്കാണ്. വെച്ച് കുടിച്ചോ. ഫോണില്ല കയ്യില് വിജോയ്. അവിടെ ഒരു വേസ്റ്റിന്റെ ആ ഓരോരുത്തുള്ള കവറിലിടാനല്ലേ പറഞ്ഞത്? കണ്ടോളി ഗൈസ്.
അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ടേ. അതെ എന്തൊക്കെ ചെയ്യണ്ട അറിയില്ല ഇവര് വെച്ചാ അതെ നെഹ്റുവിനെ പിടിച്ചിക്കണാ നെഹ്റു ഒക്കെ തന്നെ ഉണ്ട് ഇത് പിടിച്ചെടുത്തില്ല. ഓക്കെ എല്ലാരും വന്നോട്ടെ. ഫോണോ കിട്ടാ വെച്ചു കണ്ടോ ഇങ്ങോട്ട് വെയിലത്ത് അപ്പം ഗൈസ് കണ്ടോളൂ, അങ്ങോട്ടുള്ള വീഡിയോ മൊത്തം കണ്ടല്ലോ ഗൈസ്, കണ്ടല്ലോ ഗൈസ്. കണ്ണില് തട്ടൽ വെച്ചു. ഈ നടക്കാതെ ഒരു മാസമായിട്ട് നോമ്പെടുത്ത് വീട്ടിൽ തന്നെ ഇരിക്കുകയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഒന്ന് നടത്താൻ ഇറങ്ങിയത്. അല്ല ഒരു മാസമായിട്ട് തെറാപ്പിക്ക് വരാതെ നിൽക്കല്ലേ മടിച്ചായിട്ട്. അപ്പം ഇന്ന് ഇവര് അത് കഴിഞ്ഞ് നോമ്പ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സാറിൻ്റെ അവിടെ അതന്നെ മാധു ജയ്സൽ സാറുണ്ട്. അത് കണ്ടില്ലേ കാണാതെ പറയണേ. ഒരു മാസം നോമ്പിന്റെ പേരും പറഞ്ഞിട്ട് തെറാപ്പി വരാതെ മടിച്ചിരിക്കുന്നു മെഹറൊക്കെ. അപ്പൊ ഇവരും തന്നെ തീരുമാനിച്ചു എല്ലാരും ലിസിക്ക് നോമ്പെടുത്തുന്നുണ്ടോ. അതുകൊണ്ട് നിങ്ങളൊന്ന് നടത്താനുള്ള തീരുമാനത്തിലായി. ഒരു ജയ്സൽ സാറൊക്കെ നടത്താന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് എന്ത് ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡനിൽ എത്തിയത്. ബൊട്ടാണിക്കൽ ഗാർഡൻ. എന്തായാലും സാർ എല്ലാവരും ഇരുന്ന് നിരീക്ഷിക്കുന്നുണ്ട് കേട്ടോ. സാറേ എല്ലാവരും നിരീക്ഷിക്കുന്നുണ്ട്. നിരീക്ഷണത്തിലാണ്. എവിടെ വെള്ളത്തിലോ? വെള്ളം നനയാനാ? അതന്നെ നല്ല സ്ഥലം വേറെ എത്രയുണ്ടാവും. യൂട്യൂബ് ചാനൽ കേട്ടത് അറിയല്ലേ. ഹായ് പറഞ്ഞോ. ഓക്കെ ബോട്ടാണിക്കൽ ഗാർഡനിലാണല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു ഗാർഡൻ വിജയ്? സൂപ്പർ. ഹലോ ഗൈസ്, ലെറ്റ്സ് ഗൈസ്. അമനല്ല, ആ കുട്ടീൻ്റെ പേര് പ്രവണോ അല്ല പ്രവൺ. ഇതുപോലൊരു പേടിയുണ്ട്. ജയ്സൽ സാറിനോട് പറയാൻ നല്ല പേടിയുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ പോയി നോക്കി നിൽക്കുക. അതിൻ്റെ അടുത്ത് പോയി നിൽക്കണ്ട.
വീഡിയോ എടുക്കുമ്പോൾ മെലോഡി എന്നെ പോവാണ് കേട്ടോ. ആണോ? അപ്പം വീഡിയോയിലേക്ക് എന്നെയും പോവാണ്ട് അടുത്ത വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ വെള്ളം ഭയങ്കര ഇഷ്ടമല്ല. ചൂടുകൊണ്ടാ. അപ്പം ഗൈസ് ഇത് കണ്ടല്ലോ, ഫോട്ടോ മാത്രമല്ല കേട്ടോ, വീഡിയോ എടുക്കുന്നുണ്ട്. ഇതാ അതിൻ്റെ ഉള്ളിൽ നമ്മളെ വീഡിയോസിൻ്റെ ആൾ കേട്ടോ. യൂട്യൂബ് ചാനൽ നോക്കൂ ഇങ്ങോട്ട് കാണിച്ചുകൊണ്ട് കേട്ടോ. വാ 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 വാ. ഇതെന്താ മല കേറുക? കണ്ട് 2 പത്തലെന്തായി? ഒത്തിലായി അതൊന്നും 2 പത്തൽ വെച്ച് പോകാനാണ് നമ്മള്. അതൊന്നും മതിയാവൂല. പള്ളി അഫി അഫി നോക്കാണ്ട് എന്തേ എന്നോട് അയച്ച എന്തെന്നാണ് നോക്കാണ്ട് ആ ഷാള് വലിച്ച് ഇതണ്ടോ ഇതന്നെ എപ്പോഴും ഇതിനൊക്കെ എന്താ നീ ചെയ്യാന്നറിയില്ല. നമ്മളെ പണി പോണ അറിയില്ല, കാരണം ഇപ്പൊ കണ്ണ് പോകണ്ടല്ലേ. അടിച്ചിട്ട് എന്ത് കാര്യം? അല്ല ഇത്രയും പാപങ്ങളൊക്കെ നമ്മള് സഹിച്ചില്ലേ? നടന്ന് തളർന്നു ക്ഷീണിച്ചു. ഇനി പൊട്ടക്കൽ നോ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കും. അല്ല ഇനി ആരാ വരുന്നത് വെച്ചാല് നോ. മഞ്ചേരി, ഞാൻ മഞ്ചേരി. നാളധികം അല്ല തെറാപ്പി ആ CRC വെച്ചു ഗാർഡൻ കാണാം. ഇതിലെ പോവാ, തിരക്കില്ല. ഇതിലെ പോവാം. ഇവിടെ മക്കളെ കാണാൻ സാറ് മുന്നിലുള്ള കണ്ടില്ല. വാ ലച്ചു, വാ വാ. കണ്ടോ ലച്ചു? ഓർക്കിഡാണിത്. നല്ല ഭംഗിയുണ്ടല്ലേ, പലതരത്തിലുള്ള. ഇതെന്താ ഇത് വെച്ചോ? ലച്ചു ലച്ചൂസേ ലച്ചു ഇവിടെ വാ. ഇതെന്താണെന്നറിയോ? ഈ പൂവിനെ എന്താ പറയാന്നറിയോ? ഓർക്കിഡ്. ലച്ചു ലച്ചു വെച്ചൊക്കെ നടന്നിട്ട് ഒരു വിധത്തിൽ അയക്കല്. വിജോ യൂട്യൂബ് ചാനൽ ഫുള്ളാവാൻ വേണ്ടിട്ട് മുഖം കാണൂല. ആ വീഡിയോ ഒക്കെ എനിക്ക് അയച്ചു തന്നെ കേട്ടോ. വാ വാ വാ. ആ വാ ലച്ചു വാ. അവിടെ ഒന്നുമില്ല. വാ. എന്താ സംഭവം? അങ്ങനെ ഞങ്ങൾ ഗാർഡന്റെ അകത്ത് ചെന്നപ്പോൾ അവിടെ ഒരു സ്റ്റുഡൻ്റ് ആണ് കേട്ടോ. ആ സ്റ്റുഡൻറ്റ് അഗ്രികൾച്ചർ സ്റ്റുഡൻ്റ് ആണ്. അപ്പം അതിന് ഓരോ എന്താ പറയുക ഔഷധ സസ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ കമ്പുകളൊക്കെ മുറിച്ച് മാറ്റി ഇങ്ങനെ
വേറെ ബെൽറ്റ് ചെയ്യാനോ എന്തോ അങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അവരെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചിട്ടോ അവരോട് അതിനെ കുറിച്ച് ഇത് ഇങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്യാ അവര് കൊണ്ടുപോവേ? എവിടെ എവിടെ പഠിക്കുന്ന സ്റ്റുഡന്റ്? എവിടെ കഴിഞ്ഞു? ആ ശരി. അങ്ങനെ വീണ്ടും നടക്കുകയാണ് കേട്ടോ. ഓരോ സ്ഥലങ്ങളും കണ്ട് 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 ഒരു മല മൊത്തമുണ്ട്. ഫുള്ള് കറങ്ങി നടന്ന് പിന്നെ കുറച്ച് വന്ന വഴിയല്ല കേട്ടോ, വേറൊരു ഭാഗത്തൂടെയാണ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി തിരിച്ചു പോരുകയാണ്. നല്ല വെയിലും എന്താ പറയുക ചൂടും എല്ലാം കാരണം എല്ലാവരും നന്നായിട്ട് ക്ഷീണിച്ചിരുന്നു. ജസ്ന എന്തായാലും അതിന്ന് കഴിച്ചില്ലായി. എന്താ ജസ്നക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ജസ്നക്ക് ഈ ഒരു കയറ്റം കയറല് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. എന്തായാലും അടുത്തതിലൊക്കെ വരുന്നുണ്ടാവും. നല്ല സ്ഥലല്ലേ ഇരിക്കാൻ. ലച്ചു നോക്കി ഇറങ്ങണം കേട്ടോ. സ്റ്റെപ്പ് അല്ല ഇത് നോക്ക്, കല്ലാണ്, നോക്കി ഇറങ്ങണം. ലച്ചുനോട് കല്ലാണ് പറഞ്ഞിട്ട് ഞാനാ വീണ്. ഗാർഡനിൽ കേറാൻ നല്ല വഴി, ഇറങ്ങാൻ ഇതുപോലത്തെ വഴിയാണോ? വെച്ച് നോക്കി ഇറങ്ങ്. ഇവന്റെ കൂടെ ഉള്ളവനോട് പോയി. ഒരാളേ ഉള്ളൂ. ഒന്ന് മറ്റേ മുന്നിലുണ്ട് തോന്നില്ല. മറ്റവന്റെ ഇത് ഇവനോട് പറയുന്നേ ബിജോയ് കളിക്കല്ലേ പ്രണവയ. അങ്ങനല്ല, ചിരിക്കല്ലേ പ്രണവേനാണ്. ബിജോയ് വെള്ളം കുടിക്കണേ. ഉണ്ടോ? എന്താ ഐസ് വാട്ടർ ആണോ നോർമൽ വാട്ടർ? നേരെ നോക്കി നടക്കില്ല. വെച്ച് അടിപൊളി ഗാർഡനാണ് കേട്ടോ മക്കളെ, ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇതെല്ലാവരും ഇവിടെ വെള്ളം എടുക്കുകയാണ്. അല്ലെങ്കിൽ ഇനി കൊണ്ടുപോകില്ല കേട്ടോ അടുത്ത ടൂർ. അപ്പം ഗൈസ് എന്തൊക്കെ കണ്ടു? ബൊട്ടാണിക്കൽ ഗാർഡൻ. ബൊട്ടാണിക്കലാണ്, ബൊട്ടാണിക്കലാണ് ഗാർഡൻ. എല്ലാവരും ഇറങ്ങിപ്പോയിട്ടോ. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ. അത് പല്ല് ലച്ചു വെച്ച പല്ല് പോട്ടോ, നല്ല ഇറക്കാണ്.
ഇതിപ്പോൾ എന്താണ് കുട്ടികളെ ഇങ്ങനെ ഇതൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുന്നത് ഉണ്ടാവും. അത് ഇതുപോലെയുള്ള മക്കൾക്ക് ഇപ്പോൾ പുതിയൊരു നിയമം CRCയിൽ വന്നതാണ്. ഇടയ്ക്ക് സ്പെഷ്യലിൻ്റെ ഗ്രൂപ്പ് തെറാപ്പിക്ക് പിന്നെ ഇങ്ങനെ ഔട്ട് തെറാപ്പി വേണം എന്ന് പറഞ്ഞിട്ടേ, അതായത് പുറത്ത് കൊണ്ടുപോയിട്ടുള്ള തെറാപ്പി എന്നല്ല, പ്രത്യേകിച്ച് അവർക്ക് അവിടെയുള്ള കാഴ്ചകൾ കാണിച്ചു കൊടുക്കുക. അത് മാത്രമല്ല അവർക്ക് ആൾക്കാരായിട്ട് എന്താ പറയുക മിങ്കിൾ ചെയ്യാനല്ലേ ഒരു പരിചയപ്പെടാൻ, അവരോട് എങ്ങനെ പെരുമാറണമെന്ന് മനസ്സിലാക്കാനുള്ളൊരു ഒരു അറിവ് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ അവരെ കൊണ്ടുപോകണത് കേട്ടോ. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത മക്കളെയാണ് കൊണ്ടുപോകണത്. നടക്കാൻ വയ്യാത്ത അങ്ങനത്തെ കുട്ടികളൊന്നും കൊണ്ടുപോയിട്ടില്ല കേട്ടോ. അവർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഏറ്റവും ഇറക്കമുള്ള സ്ഥലമല്ലേ. അപ്പോൾ ഇങ്ങനെ വലിയ കുഴപ്പങ്ങളില്ലാത്ത മക്കളെയൊക്കെ വിളിച്ചിട്ടാണ് അങ്ങനെ പോയിട്ടുള്ളത്. അങ്ങനെ ഇപ്പം ഇടക്ക് CRCയിൽ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം ഏറ്റവും നല്ലൊരു ഇതാണ്. അപ്പോൾ എല്ലാവരും CRCയിൽ ഗ്രൂപ്പ് തെറാപ്പി എന്നല്ല, തെറാപ്പി ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ, ഇങ്ങനെ എന്തെങ്കിലും പഠനവൈകല്യം എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് CRCയിൽ പേര് രജിസ്റ്റർ ചെയ്യണം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയാണ്. നമുക്കൊരു പൈസയില്ല, നമുക്ക് പോകുന്ന ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പക്ഷെ അല്ലാത്ത നമുക്ക് അവിടെ തെറാപ്പി ചെയ്യണതിനോ ഒന്നുമില്ല. പക്ഷെ നല്ല മാറ്റങ്ങൾ വരും കേട്ടോ. സംസാരിക്കാൻ കഴിയാത്ത കുട്ടികൾ സംസാരിക്കും. അതുപോലെ വേറെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള കുട്ടി, ഒട്ടീൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. അതുണ്ടാവില്ല ലച്ച് വീണ് കരയാൻ തുടങ്ങിയിട്ടോ. ഓട്ടം ചാട്ടം എല്ലാവരെയും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇതാണ് സാറ് കേട്ടോ. അവിടെ കണ്ടില്ലേ ഒരു മഞ്ഞ ഷർട്ട്, സാറാണ് കേട്ടോ. അവിടെ നമ്മൾ CRCയിലെ ഡോക്ടറാണ്. അപ്പോൾ ആ സാറ് സ്പെഷ്യലിൻ്റെ ഇത് ഉപകാരപ്പെടുന്ന ആളുകൾ വേറെ ഉണ്ട്. സാറ് വേറെ സാറുമാരൊക്കെ വൈകല്യങ്ങളുള്ള മക്കളുള്ള അമ്മമാരുണ്ടെങ്കിൽ കണ്ടിട്ടില്ലെങ്കിൽ അവർക്കൊന്ന് പറഞ്ഞ് ആരെങ്കിലും കാണുന്ന ആളുകൾ ഷെയർ ചെയ്തുകൊണ്ട് കൊടുക്കണം കേട്ടോ. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് ഇതിനെ കുറിച്ച് അറിയാനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. പിന്നെന്താ തിരിച്ചിറങ്ങി ഫുഡൊക്കെ കഴിച്ച് പോകുന്നത്. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ആരെങ്കിലും എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് തെറാപ്പികളുണ്ട്, പക്ഷെ ഇവിടെ ചെയ്യാം. പക്ഷെ അതിലുപരിയായിട്ട് CRCയിൽ ഒന്ന് പേര് രജിസ്റ്റർ ചെയ്തിട്ട് അവിടെ തെറാപ്പി ചെയ്യണം കേട്ടോ. അപ്പോൾ ഏറ്റവും നല്ലൊരു എന്താ പറയുക തെറാപ്പിയാണ്. അതുപോലെ ഗ്രൂപ്പ് തെറാപ്പിക്ക് എന്ന് പറഞ്ഞാൽ ഓരോന്നിനും പ്രത്യേകമായിട്ട് ഗ്രൂപ്പ് തെറാപ്പി ഉണ്ട്. ഇത് സ്പെഷ്യലിൻ്റെയാണ്. ഈ ബുധനാഴ്ച ഉള്ളത് OTൻ്റെയാണ്. അങ്ങനെ എല്ലാത്തിനും ഗ്രൂപ്പ് തെറാപ്പിയും എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ ഇതിനൊക്കെ നമുക്കൊരു പൈസക്ക് ഒരു ചിലവൊന്നുമില്ല. പക്ഷെ പോകുന്നൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും. ഭയങ്കര കഷ്ടമായി. കണ്ണട എടുക്കാൻ മറന്നുപോയി. ഇനി അടുത്ത ടൂറിൽ നോക്കാം അല്ലേ. പഠിക്കുന്നുണ്ടോ? എത്രയില്ല? 7-ലോ? ലച്ച് അവിടെ വീണുപോയി. അവിടെ ഈ തണല്